ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. പ്ലം പുഡിംഗ് മോഡലിനും പ്ലാനറ്ററി മോഡലിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ബോറിൻ്റെ ആറ്റം മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. എങ്കിലും ബോറിൻ്റെ ആറ്റം മോഡലിനും ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫസ്റ്റ് ലിമിറ്റേഷൻ, it could not explain the formation of spectrum which containing more than one electron. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണുകളുടെ ഉള്ള ആറ്റങ്ങളുടെ സ്പെക്ട്രം ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. സ്റ്റാർക്ക് ഇഫക്റ്റും സീമൻ ഇഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്രയും ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ പുതിയ മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ഇത് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, ഇന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് നമ്മളെ എത്തിച്ചത് അതിനു മുമ്പുള്ള 2 ഇൻവെൻഷൻസ് ആയിരുന്നു. ഫസ്റ്റ് വൺ ഡി ബ്രോഗ്ലി മാറ്റർ വേവ്, ദെൻ സെക്കൻഡ് വൺ ഹീസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഡി ബ്രോഗ്ലി മാറ്റർ വേവ്. According to de Broglie, a moving matter is associated with a definite wavelength. മൂവ് ചെയ്യുന്ന മാറ്ററിന്, പാർട്ടിക്കിളിന് ഒരു വേവ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മളെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പറഞ്ഞു വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പാർട്ടിക്കിളായിട്ടുള്ള മാറ്ററിൻ്റെ മുകളിൽ അത് മൂവ് ചെയ്യുമ്പോൾ ഒരു വേവ് നേച്ചർ വേവ് ലെങ്ത് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. The wavelength associated with a particle in motion is called de Broglie wave or matter wave. ഇങ്ങനെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ മുകളിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വേവിനെയാണ് മാറ്റർ വേവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് എന്ന് പറയുന്നത്. ദെൻ ഈ മാറ്റർ വേവ് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് ഈ മാറ്ററിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വേവിൻ്റെ വേവ് ലെങ്ത് ഡി ബ്രോഗ്ലി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ലാംഡ അതായത് വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ദ മൂവിങ് പാർട്ടിക്കിൾ ലാംഡ ഈസ് ഈക്വൽ ടു h/mv. h പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, മാസ് ഓഫ് പാർട്ടിക്കിൾ m, v വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ. അപ്പോൾ മാസ് കൂടുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് കുറയും, വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് കുറയും. ഇതാണ് ഡി ബ്രോഗ്ലിയുടെ വേവ് ലെങ്ത്, മാറ്റർ വേവ് ലെങ്ത്. ഇനി നെക്സ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഈ സിഗ്നിഫിക്കൻസ് ഇൻ ദ കേസ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ പോലെയുള്ള സ്മോൾ പാർട്ടിക്കിൾസിൻ്റെ കേസിലാണ് ഇത് കണക്കിലെടുക്കാവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. ഏത്? മാറ്റർ വേവ്. കാരണം സ്മോൾ പാർട്ടിക്കിൾ ആവുമ്പോൾ മാസ് കുറവായിരിക്കും. മാസ് ഇപ്പം നോക്കുക, ഡിനോമിനേറ്ററിലാണ് മാസ് വരുന്നത്. മാസ് ഡിനോമിനേറ്ററിലാകുമ്പോൾ ഈ വാല്യൂ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ വാല്യൂ കുറഞ്ഞ് വരിക ചെയ്യുക, മാസ് കൂടിയ വെലോസിറ്റി ഒക്കെ കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ വളരെ ചെറിയ പാർട്ടിക്കിൾ ആവുകയാണെങ്കിൽ അതിൻ്റെ മാസ് വളരെ കുറവായിരിക്കും, അപ്പോൾ വേവ് നേച്ചർ കൂടുതലായിരിക്കും. ഇനി ഒരു വലിയ സ്റ്റോണ് അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോൾ, ഇതിനൊന്നും ശരിക്കും എന്ത് സിഗ്നിഫിക്കൻ്റ് അല്ല, മാറ്റർ വേവ് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ നമ്മളെങ്ങനെ പഠിച്ചത്? ഡി ബ്രോഗ്ലീസ് കൺസെപ്റ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ് ഇൻ ദ കേസ് ഓഫ് small particle like electron, but it is insignificant in case of large particle like stones, cricket ball, etc. വലിയ കനം കൂടിയ പാർട്ടിക്കിളിൻ്റെ കേസിൽ ഇതൊരു സിഗ്നിഫിക്കൻ്റ് അല്ല, കണക്കിലെടുക്കാൻ കഴിയില്ല. എന്നാൽ സ്മോൾ പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോണിൻ്റെ കേസിൽ ഈ മാറ്റർ വേവ് നേച്ചർ എന്ന് പറയുന്നത് കണക്കിലെടുക്കേണ്ടതാണ്. ഇതാണ് ചുരുക്കം. ഇപ്പം നമ്മൾ കേസ് എന്താണ്, വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഇലക്ട്രോണാണ്. അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കേസിൽ അതെന്താ ചെയ്യണം? നിൽക്കാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ത്രൂ ദ സർക്കുലാർ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന ആ ഇലക്ട്രോണിന് ഒരു വേവ് നേച്ചർ ഉണ്ട് എന്നാണ് കണ്ടെത്തിയത്.